വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനായിട്ടൊരു ലഞ്ച് തയ്യാറാക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസും അരിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കുട്ടിക്കുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ 1/2 കപ്പ് ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് കുറവാണ്. ഇതിനകത്ത് ചേർക്കേണ്ട അരിയും വെജിറ്റബിൾസും എല്ലാം തന്നെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കാം. കറക്റ്റ് ഇത്ര അളവിന് തന്നെ എടുക്കണം എന്ന് നിർബന്ധമില്ല. ഇപ്പോൾ 2 കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ എടുക്കണം. വെജിറ്റബിൾസ് ആയിട്ട് ഞാനൊരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാബേജും ഉണ്ട്. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ കുട്ടികളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. എന്തെങ്കിലും ഇഷ്ടമില്ലാതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണ് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ ഈ ചോറ് വേവിച്ച് പിന്നെ ഈ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിന് പകരം നിങ്ങൾ തലേദിവസം രാത്രി തന്നെ ചോറ് വേവിച്ചതും അതുപോലെ വെജിറ്റബിൾസ് അരിഞ്ഞതും ഒക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പറ്റും. അതാണ് എളുപ്പം. പക്ഷെ നിങ്ങൾക്കിനി അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എല്ലാം ചെയ്താൽ മതി. ഞാൻ സാധാരണ തലേദിവസം രാത്രി എല്ലാം റെഡിയാക്കി വെക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് ഫ്രൈഡ് റൈസിനാകുമ്പോൾ ചോറ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഇരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ കുഴഞ്ഞു പോകും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് രാത്രി തന്നെ റെഡിയാക്കി വെക്കുവാണ്. ആദ്യം നമുക്ക് ചോറ് തയ്യാറാക്കാം. ഇവിടെ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. അതിനുശേഷം കുതിർക്കേണ്ട ആവശ്യമില്ല. വെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തോട്ട് ചേർത്ത് വേവിച്ചെടുത്താൽ മതി. അരി വേവിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നിറയെ എടുക്കാം. വെള്ളം ഊറ്റിയെടുക്കുന്നതായതുകൊണ്ട് കൃത്യമായിട്ട് ഇത്ര അളവിന് എടുക്കണം എന്നില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുക്കുക. നല്ല ചെറിയ പീസായിട്ട് അരിയണം, എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് അരിഞ്ഞെടുക്കാം. ബീൻസ് ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിയാം. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം വെന്ത് കിട്ടും. ക്യാരറ്റും അതുപോലെ തന്നെ അരിയാം. നമ്മൾ ഈ തോരനൊക്കെ വെക്കുമ്പോൾ അരിയുന്ന പോലെ ഒന്ന് കൊത്തി അരിഞ്ഞാൽ മതി, ഇതുപോലെ. പിന്നെ ഈ ഫ്രൈഡ് റൈസിൽ നിങ്ങൾ ക്യാബേജ് ഒഴിവാക്കാതിരിക്കാൻ നോക്കണം. കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് ക്യാബേജ്. നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോൾ സെലറിയൊക്കെ ചേർത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഫ്രൈഡ് റൈസിന് ക്യാബേജ് ചേർത്ത് കഴിഞ്ഞാൽ. ക്യാബേജ് കുറച്ച് നീളത്തിന് ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം, ഇതുപോലെ. ഇവിടെ അരിക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം. അതായത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് തോന്നണം, എന്നാലേ അരിയിലെ ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇത് കുതിർത്തിട്ടില്ല, അപ്പം തന്നെ കഴുകി എടുത്തതാണ്. ഫ്രൈഡ് റൈസിന് നമ്മൾ ചോറ് വെന്ത് കഴിയുമ്പോൾ വെള്ളം ഊറ്റിക്കളയുന്നതായതുകൊണ്ടാണ് കൂടുതൽ ഉപ്പ് ചേർത്തത്. പിന്നെ നമുക്കത് വേവിച്ചെടുക്കാം. ചോറ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്, കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. അതായത് അരിയെല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണം. നമ്മൾ കഴിച്ചു നോക്കുമ്പം അരി കടിക്കുമ്പോൾ ഒരു മാവിൻ്റെ ടേസ്റ്റ് അല്ലേ, അതുണ്ടാവരുത്. ആ പരുവാകുമ്പോൾ ഓഫ് ചെയ്യണം. ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഞാനിവിടെ ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് അരിഞ്ഞത് ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് വെച്ചാൽ മതി, കാരണം ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അടച്ച് മാറ്റി വെക്കാം. ഇത് നിങ്ങൾ രാവിലെ ചെയ്യുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് അടച്ച് വെക്കാം. ചോറ് വെന്തിട്ടുണ്ട്, ഇതുപോലെ കറക്റ്റായിട്ട് വെന്ത് കിട്ടണം. ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ചോറ് ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ ചൂട് മാറിക്കിട്ടും. അതിനുശേഷം ഒരു ബൗളിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ചൂടോടുകൂടി ചോറ് ഫ്രിഡ്ജിൽ വെക്കരുത്. അപ്പോൾ ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. ചോറിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലിട്ട് വെക്കാൻ പോവാണ്. കുറച്ച് ചോറല്ലേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് തന്നെ അത് ചൂട് മാറിക്കിട്ടും. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ വെജിറ്റബിൾസ് അരിഞ്ഞതും ചോറ് വേവിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസം രാവിലെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം.
അപ്പോൾ ഞാനിത് ഇന്നലെ രാത്രിയിൽ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസും ചോറുമാണ്. ചോറ് കണ്ടോ, ഇതുപോലെ കുറച്ചൊന്ന് കട്ടിയായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതൊട്ടും കുഴഞ്ഞൊന്നും പോകത്തില്ല. അതുപോലെ വെജിറ്റബിൾസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. പിന്നെ ഈ ഫ്രൈഡ് റൈസിൽ ഞാനൊരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. വെജിറ്റബിൾസ് മാത്രം ചേർത്ത് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഫോർക്ക് അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഞാൻ സാധാരണ എപ്പോഴും കുക്കിങ്ങിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. അതിന് ശേഷമാണ് വെജിറ്റബിൾസ് ചേർക്കേണ്ടത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. എല്ലാം ഒരുമിച്ച് ചേർത്താൽ മതി. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ മുട്ടയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മൾ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം. പിന്നെ നമ്മൾ സാധാരണ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ വെജിറ്റബിൾസ് ഒരുപാട് വേവിക്കാറില്ല, ഒരു പകുതി വേവൊക്കെ ആവുള്ളൂ. പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. ചിലപ്പോൾ പകുതി വേവായ വെജിറ്റബിൾസ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കാം. അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. ഏതായാലും ഒരു 2-3 മിനിറ്റ് വഴറ്റുമ്പോൾ ഇത് ആവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പോൾ വെജിറ്റബിൾസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ട ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് മുട്ട ചിക്കി എടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു പരന്ന പാൻ എടുത്തിരിക്കുന്ന കാരണമാണ് വെജിറ്റബിൾസ് വഴറ്റി ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ മുട്ടയും ചിക്കി എടുക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ കുഴിയുള്ള പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം മുട്ട ചിക്കി എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വെജിറ്റബിൾസ് ഇട്ട് വഴറ്റി പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ മുട്ട ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ചിക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്തേക്ക് ചെറുതായിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. 2 നുള്ളാണ് ചേർക്കുന്നത്. കുട്ടികൾക്കാകുമ്പോൾ അത് കൂടി പോകരുത്. പക്ഷെ 2 നുള്ളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എരിവുണ്ടാവില്ല, ആ ഒരു ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കുട്ടികൾ അത് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. പക്ഷെ ചേർക്കുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ആയിരിക്കണം, ചതച്ചത് ചേർക്കരുത്. കാരണം കഴിക്കുമ്പോൾ കുരുമുളക് കടിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചോറ് ചേർത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിനകത്തേക്ക് സോയ സോസ് ഒന്നും ചേർക്കാറില്ല. കുട്ടികൾക്ക് കൊടുക്കുന്ന ആയതുകൊണ്ട് അങ്ങനെ സോസ് ഒന്നും ചേർക്കാതെ ഇതുപോലെ പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുക്കാനാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് സോയ സോസ് ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസ് ആണ്. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ നിറയെ വെജിറ്റബിൾസും മുട്ടയും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല ഹെൽത്തിയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് വേവിച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കിത് തയ്യാറാക്കാൻ 10 മിനിറ്റ് പോലും എടുക്കില്ല. അതല്ല നിങ്ങൾ രാവിലെ തന്നെയാണ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു 5-10 മിനിറ്റ് കൂടുതൽ എടുക്കും. ചോറ് ഞാനൊരു ലഞ്ച് ബോക്സിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ഇട്ട് വെച്ചത്, അല്ലാതെ ഞാൻ പ്ലാസ്റ്റിക് ലഞ്ച് ബോക്സ് യൂസ് ചെയ്യാറില്ല. ഇത് അകത്തുള്ളിൽ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ അതുള്ള ലഞ്ച് ബോക്സാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. അല്ലാതെ പ്ലാസ്റ്റിക് ആകുമ്പോൾ നമ്മൾ ചൂടോടുകൂടി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതല്ല. അപ്പോൾ നമുക്കിത് അടച്ച് ലഞ്ച് ബാഗിൻ്റെ ഉള്ളിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുത്തു വിടുന്നെങ്കിൽ നല്ലതാണ്. ഞാനിവിടെ ഏത് ഫ്രൂട്ട്സ് ആയാലും മതി. ഞാൻ കുറച്ച് സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലൊരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബോക്സിലിട്ട് വെക്കാം. പിന്നെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്പൂണും കൂടി വെച്ചാൽ ഇതുപോലെ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാക്കാനായിട്ട് എനിക്കൊരു 15 മിനിറ്റേ വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. രാവിലെ നമ്മൾ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. തലേദിവസം രാത്രി കുറച്ചൊന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.